നമസ്കാരം. ഭാരതീയ മാന്ത്രിക കലയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരി. കേരളത്തിൻ്റെ തനതായ മാന്ത്രിക പാരമ്പര്യത്തെ ആധുനിക വേദിയിലേക്ക് കൈപിടിച്ചുയർത്തിയ അദ്ദേഹം ഭാരതത്തിലെ മാന്ത്രികരുടെ കുലപതി എന്നറിയപ്പെടുന്നു. കേവലം വിനോദത്തിനുമപ്പുറം മാന്ത്രിക വിദ്യയെ ഒരു ശാസ്ത്രീയ കലയായി മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിഷ്കളങ്കമായ ഹാസ്യവും അതിശയിപ്പിക്കുന്ന കൈവേഗവും ഒത്തുചേർന്ന അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവരെയും ഒരുപോലെ ആകർഷിച്ചിരുന്നു. 1903 ഫെബ്രുവരി 8 പട്ടാമ്പിക്കടുത്ത് തിരുവേഗപ്പുറയിൽ വാഴക്കുന്നത്തില്ലത്ത് രാമൻ അടിതിരിപ്പാടിൻ്റെയും ആര്യ പത്തനാടിയുടെയും മകനായി ജനനം. ഓത്ത് അഭ്യാസത്തിന് ശേഷം അദ്ദേഹം സംസ്കൃതം, ഇംഗ്ലീഷ് എന്നിവ പഠിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തിരുവേഗപ്പുറയിലെ വാഴക്കുന്നം മഞ്ഞിലേക്ക് ഒരു ജാലവിദ്യക്കാരനെത്തി. ഉണ്ടായ ഈച്ചര വാര്യർ. കാലിക്കുടത്തിൽ നിന്ന് യഥേഷ്ടം വെള്ളം വീഴ്ത്തുന്ന വിദ്യ കാട്ടിയ ആ മനുഷ്യനാണ് മനയിലെ ഇളമുറക്കാരനായ നീലകണ്ഠനെ ആദ്യമായി ജാലവിദ്യയിലേക്ക് പ്രചോദിപ്പിക്കുന്നത്. മുതിർന്നപ്പോൾ ജ്യേഷ്ഠനായ വാസുദേവൻ നമ്പൂതിരിയിൽ നിന്ന് സംസ്കൃതവും കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്ന് ആനശാസ്ത്രവും പഠിച്ച വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരി ഒരു ഐന്ദ്രജാലികനായാണ് പേരെടുത്തത്. ചെപ്പടി വിദ്യക്കാരനായ പള്ളിത്തേരി നമ്പ്യാത്തൻ നമ്പൂതിരിയുടെ ശിഷ്യത്വത്തിലാണ് തുടക്കം കുറിക്കുന്നത്. ചെപ്പും പന്തും വിദ്യയിൽ ആചാര്യനായ ഇദ്ദേഹം ക്രമേണ കയ്യൊതുക്കത്തിലും പ്രാവീണ്യം നേടി. ബേക്കർ എന്ന ജാലവിദ്യക്കാരിൽ നിന്ന് ബുള്ളറ്റ് വിദ്യ പരിശീലിച്ചു. അപ്രത്യക്ഷനാവുന്ന വിദ്യ, ശൂന്യതയിൽ നിന്നും വസ്തുക്കളെ സൃഷ്ടിക്കുക തുടങ്ങിയവയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അന്നത്തെ കാലത്ത് മന്ത്രവാദവും മാന്ത്രിക വിദ്യയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ പ്രയാസമായിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ വാഴക്കുന്നം തൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് അഭ്യസിച്ച വിദ്യകളെ തികച്ചും യുക്തിഭദ്രമായും ലളിതമായും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മാന്ത്രിക വിദ്യ എന്നത് കണ്ണുകെട്ടലല്ല, മറിച്ച് കൈവേഗത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വിദ്യയാണെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. വാഴക്കുന്നം നമ്പൂതിരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലിയായിരുന്നു. വലിയ ആഡംബരങ്ങളോ സ്റ്റേജ് ഒരുക്കങ്ങളോ ഇല്ലാതെ തന്നെ കാണികളെ മുൾമുനയിൽ നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരവും തമാശകളും ഓരോ മാന്ത്രിക പ്രകടനത്തെയും ഹൃദ്യമാക്കി. പാലുളി മാന്ത്രികം എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ രീതികളിൽ വസ്തുക്കൾ അപ്രത്യക്ഷമാക്കുന്നതും ശൂന്യതയിൽ നിന്ന് വസ്തുക്കൾ സൃഷ്ടിക്കുന്നതുമൊക്കെ ഏറെ പ്രശസ്തമായിരുന്നു. ചെപ്പും പന്തും കളിയിലുള്ള അദ്ദേഹത്തിൻ്റെ നൈപുണ്യം ലോകപ്രശസ്തമാണ്. മാന്ത്രിക വിദ്യയെ ഒരു രഹസ്യമായി സൂക്ഷിക്കുന്നതിന് പകരം അത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത്. പിൽക്കാലത്ത് കേരളം കണ്ട മായാജാലക്കാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിൽ പെടുന്നവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയെ മാതൃകയാക്കിയവരോ ആണ്. മാന്ത്രിക വിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും തൻ്റെ അറിവുകൾ പകർന്നു നൽകുവാൻ അദ്ദേഹം മടി കാണിച്ചില്ല. ജാലവിദ്യ ഒരു പ്രൊഫഷണൽ കലയായി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം നൽകിയ പ്രചോദനം ഇന്നും സജീവമായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില മാന്ത്രിക വിദ്യകൾ ഇന്നും നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഒരിക്കൽ തീവണ്ടി നീങ്ങി തുടങ്ങിയതിനാൽ ടിക്കറ്റ് എടുക്കാതെ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വാഴക്കുന്നം. ടിക്കറ്റ് പരിശോധകൻ അദ്ദേഹത്തോട് ടിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ തൻ്റെ കയ്യിൽ ടിക്കറ്റില്ലെന്ന് പറയുകയും മറ്റ് യാത്രക്കാരോട് ടിക്കറ്റ് വാങ്ങി വരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ ജാലവിദ്യ വഴി മറ്റെല്ലാ യാത്രക്കാരുടെയും ടിക്കറ്റുകൾ അദ്ദേഹം കൈവശപ്പെടുത്തിയിരുന്നു. തങ്ങളുടെ ടിക്കറ്റ് കാണാഞ്ഞ് അന്താളിച്ചു നിന്ന യാത്രക്കാർക്കും ടിക്കറ്റ് പരിശോധകനും ഒരു കെട്ട് ടിക്കറ്റുകൾ അദ്ദേഹം കാണിച്ചു എന്നാണ് കഥ. പോലീസ് കമ്മീഷണറുടെ മോതിരം കൊണ്ട് വാഴക്കുന്നം കാണിച്ച ജാലവിദ്യ ഏറെ പ്രസിദ്ധമാണ്. തിരുവിതാംകൂറിലെ ഒരു മുറജപക്കാലത്തായിരുന്നു അത്. മഹാകവി ഉള്ളൂരും സ്ഥലത്തെ പോലീസ് കമ്മീഷണറും കൂടി ശംഖുമുഖം കടപ്പുറത്ത് സായാഹ്ന സവാരിക്കിറങ്ങിയതായിരുന്നു. വഴിയിൽ വെച്ച് വാഴക്കുന്നത്തെ കണ്ടപ്പോൾ മഹാകവി കമ്മീഷണർക്ക് പരിചയപ്പെടുത്തി. കേട്ടിട്ടില്ലേ, മഹാജാലവിദ്യക്കാരനാണ്. അത് കേട്ടപ്പോൾ കമ്മീഷണർക്ക് ജാലവിദ്യ കാണുവാൻ ഒരു മോഹം. കമ്മീഷണറുടെ കയ്യിലെ സ്വർണ്ണ മോതിരം ഊരിവാങ്ങി വാഴക്കുന്നം ജാലവിദ്യക്കൊരുങ്ങി. ഇത് ശരിക്കും സ്വർണ്ണമാണെങ്കിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ കടൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വാഴക്കുന്നം അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കവിയും കമ്മീഷണറും സ്തബ്ധരായി നിന്നു. സമയം കുറേയായിട്ടും മോതിരം തിരിച്ചു വരുന്നില്ല. കമ്മീഷണർ അസ്വസ്ഥനായി. മഹാകവി ദയനീയമായി വാഴക്കുന്നത്തെ നോക്കി. വാഴക്കുന്നം ചിരിച്ചു. അപ്പോഴാണ് ചില നമ്പൂതിരി യുവാക്കൾ കടപ്പുറത്തേക്ക് വരുന്നത്. വാഴക്കുന്നം അവരിൽ ഒരാളെ വിളിച്ച് അരയിൽ തിരികെ മുറുക്കാൻ പൊതി അഴിക്കുവാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, നേരത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സ്വർണ്ണമോതിരം മുറുക്കാൻ പൊതിയിൽ.
പോലീസ് കമ്മീഷണർ വാഴക്കുന്നത്തെ ആലിംഗനം ചെയ്തു. 1983 ഫെബ്രുവരി 9 തൻ്റെ 80-ാം വയസ്സിലാണ് വാഴക്കുന്നം അന്തരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.